നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെട്രോൾ ടില്ലർ എങ്ങനെ ഡീസൽ ടില്ലറുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനിയിപ്പം എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ടില്ലർ നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കമ്പനികളുടെ ടില്ലറുകളുണ്ട്. അപ്പം നമുക്ക് പെർമനൻ്റായിട്ട് ഒത്തിരി ബ്രാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു ഉപകരണം എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു. അതായത് ഇപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് നമുക്ക് എത്ര സ്ഥലമുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇപ്പം കുറച്ച് സ്ഥലമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വാടകയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് നല്ല ഒരു വണ്ടി ഒരു ആപ്റ്റായിട്ടുള്ളൊരു ടില്ലർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അതായത് ഇപ്പം ഒരു 20 സെൻറ്റ് താഴെയുള്ള അധികം കട്ടിയില്ലാത്ത മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20 സെൻറ്റ് താഴെയുള്ള സ്ഥലമാണ്, പ്രായമായിട്ടുള്ളൊരു ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഒരു പെട്രോൾ ടില്ലർ, ഒരു 3 HP പെട്രോൾ ടില്ലറിൻ്റെ ആവശ്യമേ വരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പവറിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അധികം സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടില്ലിംഗ് വിഡ്ത്തൊന്നും അത്ര വലിയ പ്രശ്നം വരുന്നില്ല, ആഴമൊന്നും വലിയ പ്രശ്നമില്ല, കാരണം ഓൾറെഡി കട്ടിയില്ലാത്ത. എന്നാൽ വേറൊരു കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 സെൻറ്റ് 50 സെൻറ്റ് ഒക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ കപ്പയൊക്കെ നടുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ 5 HP ഡീസൽ മോഡലാണെന്നുണ്ടെങ്കിൽ നല്ല ആപ്റ്റായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഒരു ടില്ലറിൻ്റെ ഒരു ആഴമെന്ന് പറയുന്നത് ഒരു 3/4 അടി, 1/2 അടിയെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ ശരിക്കും മണ്ണ് കിളച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം 3/4 അടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ കിർലോസ്കർ ടില്ലേഴ്സൊക്കെ വരുന്നത് ഒരു 1 അടി കഷ്ടിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് മാക്സിമം. അപ്പം അങ്ങനെയുള്ള ഒരു 40 സെൻറ്റ് 50 സെൻറ്റൊക്കെ ഉള്ളവർ 5 HP ഡീസൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിഡ്ത്തിൽ പോകാൻ പറ്റും. കൂടാതെ തന്നെ ഈ കൂടുതൽ ആഴത്തിൽ കളയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡീസൽ എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, പവർ നന്നായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ 2 HP ഒക്കെ എല്ലാവരും ടില്ലർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്ന ഏതെങ്കിലും ഒരു ടില്ലർ മേടിച്ച് കഴിഞ്ഞാൽ അവരുടെ പർപ്പസ് നടക്കുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. നമുക്കത് പലരുടെയും നമ്മളിപ്പം നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. അപ്പം പലരോടും സംസാരിച്ച് കഴിയുമ്പം മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ആ ഒരു ലാൻഡ് നോക്കിയിട്ടല്ല ടില്ലർ മേടിക്കുന്നത്. പ്രൈസ് മാത്രമാണ് ജനങ്ങൾക്ക് ഇന്ന് ഒരു ടില്ലർ, അല്ലെങ്കിൽ ടില്ലറിൻ്റെ ഫീൽഡ് മാത്രമേ ഉള്ളൂ എനിക്കറിയുള്ളൂ, ബാക്കി എനിക്കറിയത്തില്ല. ടില്ലർ ചൂസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ അതിനേക്കാളും നോക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1 രൂപയ്ക്ക് റിട്ടേൺ ഉണ്ടാവണം. മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പം നമ്മുടെ ആവശ്യം ഉള്ളൊരു ടില്ലർ 5 HP ഒരു ഡീസൽ മോഡലാണെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഏകദേശം ഒരു 1 ലക്ഷം രൂപ മുകളിൽ വരും, നല്ല ഇപ്പോൾ നമ്മുടെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പകരമായിട്ട് അവരിപ്പോൾ ഒരു 3 HP ഒരു പെട്രോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. അപ്പം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള സ്ഥലമാണ്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ആഴത്തിൽ കളയ്ക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് മെയിൻ്റനൻസ് വരും. പിന്നെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ഞാൻ ഈ ഡയറക്റ്റ് ഷാഫ്റ്റ് നമ്മുടെ എല്ലാ 3 മോഡലും, അതായത് നമ്മുടെ 5 HP പെട്രോൾ മോഡലും 5 HP ഡീസൽ മോഡലും അതുപോലെ തന്നെ 8 HP ഡീസൽ മോഡലും എല്ലാം ഡയറക്റ്റ് ഷാഫ്റ്റാണ് വരുന്നത്. ബാക്കിയുള്ള ടില്ലറുകൾ, ബാക്കിയുള്ള ബ്രാൻഡിലെ പെട്രോൾ മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും, സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ഈ ബെൽറ്റ് ഡ്രൈവിലെ എല്ലാ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു ബെൽറ്റ് ഡ്രൈവ് ടില്ലർ എടുക്കുമ്പോൾ ഈ ബെൽറ്റ് ഡ്രൈവ് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബെൽറ്റ് പൊട്ടിപ്പോവും. റബ്ബർ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ റബ്ബർ ബെൽറ്റ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് ബെൽറ്റ് പൊട്ടുക, അലൈൻമെൻറ്റ് മാറിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പവർ ലോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ബെൽറ്റ് ഡ്രൈവ് ആയിട്ടുള്ള പെട്രോൾ മോഡൽ ടില്ലറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഡീസൽ മോഡൽ ടില്ലേഴ്സ്, നമ്മുടെ ഡീസൽ മോഡൽ നമ്മുടെ പെട്രോൾ മോഡലാണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ഷാഫ്റ്റാണ് വരുന്നത്. ഇന്ത്യയിൽ വേറെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ ഒരിക്കലും ഞാൻ ഡയറക്റ്റ് ഷാഫ്റ്റ് പെട്രോൾ ടില്ലേഴ്സ് കണ്ടിട്ടില്ല. എല്ലാത്തിനും ഈ ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ ബെറ്റർ ഡയറക്റ്റ് ഷാഫ്റ്റാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും.
പക്ഷേ നമുക്ക് വർഷങ്ങളോളം നിൽക്കും. അതായത് ഒരു 10 വർഷം 15 വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനേക്കാളേറെ യൂസ് ചെയ്യുന്നവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പം പഴയ കിർലോസ്കറിൻ്റെ പമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 80-ലൊക്കെ മേടിച്ചവർ ഇപ്പോഴും നമ്മുടെ കസ്റ്റമർ എൻക്വയറിക്ക് വേണ്ടി വീടുകളിൽ പോകുമ്പോൾ അവർ പറയാറുണ്ട് 80-ൽ 82-ലൊക്കെ മേടിച്ച പമ്പ് സെറ്റ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഡീസൽ ടില്ലർ, അതും ഡയറക്റ്റ് ഷാഫ്റ്റ് ആയിട്ടുള്ള ടില്ലറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പറമ്പ് ഒരടി താഴ്ചയിൽ ഒരു 4 അടിയോളം വീതിയിൽ നമുക്ക് കിളച്ച് പോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വാടകയ്ക്ക് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഉപയോഗിക്കാനോ മെയിൻ്റനൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അത് വരുന്നുണ്ട്. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ടില്ലർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സാധനമല്ല, നമ്മൾ പറമ്പുകളിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതും സീസണൽ വർക്കാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ചെന്ന് നമുക്ക് ടില്ലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കംപ്ലയിൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് അത്രയും സമയം നഷ്ടപ്പെടുക ചെയ്യും. മനസ്സിലായി? അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബൈക്ക് വർക്ക്ഷോപ്സൊക്കെ എപ്പോഴും കാണും, 1 കിലോമീറ്റർ പരിധിയിൽ എല്ലായിടത്തും കാണാൻ പറ്റും. പക്ഷേ ഈ ടില്ലർ അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ തന്നെ 1-2 വർക്ക്ഷോപ്സുകൾ കാണുകയുള്ളൂ. ചില ജില്ലകളിൽ, ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത ജില്ലകളിൽ അത് കാണത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പം ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ, ഏറ്റവും നല്ല പവറുള്ള, നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ടില്ലർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലിപ്പം കിർലോസ്കർ നല്ലൊരു ബ്രാൻഡാണ്. കാരണം നമുക്കിപ്പം പെട്രോൾ മോഡലാണെങ്കിൽ പോലും ബെൽറ്റ് ഡ്രൈവ് അല്ല നമുക്ക് വരുന്നത്, നമുക്ക് ഡയറക്റ്റ് ഷാഫ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ബാക്കിയുള്ള കോമ്പറ്റീറ്റർ ബ്രാൻഡിനെ, ഇപ്പോൾ കേരളത്തിലെ ഒരു കോമ്പറ്റീറ്റർ ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പെട്രോൾ മോഡലിൽ 4 സെറ്റ് ബ്ലേഡാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ 3 സെറ്റ് ബ്ലേഡാണ് വരുന്നത് പെട്രോൾ മോഡലിൽ. അപ്പം ഡീസൽ മോഡലിൽ ഒരു സൈഡിൽ തന്നെ 4 സെറ്റ് ബ്ലേഡ് വരുന്നു, 8 സെറ്റ് ബ്ലേഡ് വരുന്നു. അതിൽ കൂടാതെ നമുക്ക് ഓരോ സെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 5-10 സെറ്റ് വെച്ച് നമ്മുടെ ഡീസൽ മോഡലുകൾ, അതായത് 8 HP മോഡലുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 4 അടി 4.5 അടി വീതിയിൽ നമുക്ക് കളിച്ച് പോകാൻ പറ്റും. അപ്പം ഈ പെട്രോൾ മോഡലിലാണെങ്കിലും 4 സെറ്റ് ബ്ലേഡാണ്, 8 സെറ്റ് ബ്ലേഡോളം വരുന്നത്. അതുകൂടാതെ ഡയറക്റ്റ് ഷാഫ്റ്റാണ്. കൂടാതെ അതിൻ്റെ അകത്തുനിന്ന് പമ്പ് സെറ്റ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള PTO ഡ്രൈവും കൂടി ഉണ്ട് നമ്മുടെ പെട്രോൾ മോഡൽ 5 HP ടില്ലറിൽ. ഡീസൽ മോഡലിൽ ഓൾറെഡി ഉണ്ട്. അപ്പം എന്തുകൊണ്ടും ഇപ്പോഴത്തെ സമയത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ചെറിയ ലാൻഡൊക്കെ, ഒരു 30 സെൻറ്റിന് താഴെയുള്ള ലാൻഡൊക്കെ ഉള്ളവർക്ക് നമ്മുടെ പെട്രോൾ മോഡലിന് നല്ല ഒരു റെസ്പോൺസ് ആയിരിക്കും. കാരണം ഒരു 70 വയസ്സ് പ്രായമുള്ളവരുടെ വരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പെട്രോൾ മോഡൽ ടില്ലറുകൾ. നമുക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ സ്റ്റാർട്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ പെട്രോൾ മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ കാർബറേറ്റർ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന് കഴിയുമ്പോൾ പെട്രോൾ ഇതായി കാർബറേറ്റർ ബ്ലോക്കാവും. അത് നമ്മുടെ മോഡലിനും ഉണ്ടാവും. അതിപ്പോൾ ഏത് പെട്രോൾ മോഡൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പെട്രോൾ ഊറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വല്ലപ്പോഴും സ്റ്റാർട്ട് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. അപ്പം നല്ല പവറായിരിക്കും. ഇപ്പം നമ്മുടെ 5 HP വെച്ച് വേറൊരു ബ്രാൻഡിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റേതിനേക്കാളും നല്ല പവർ കിട്ടുന്നു. അപ്പം പവർ കൂടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് കളയാൻ പറ്റും, കൂടുതൽ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെട്രോൾ മോഡലിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ടില്ലർ. കൂടാതെ ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് വീണ്ടും പറയുന്നു, ഒരു 30 സെൻറ്റ് താഴെയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ മോഡൽ നമ്മുടെ ടില്ലർ എടുക്കാം. അതല്ല ഒരു 50 സെൻറ്റ് 60 സെൻറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഡീസൽ മോഡൽ, നമ്മുടെ 5 HP ഡീസൽ മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60 സെൻറ്റ് താഴെയുള്ളവർക്ക് ഉപയോഗിക്കും. അതല്ല അതിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 HP മോഡലുകളുണ്ട്. 8 HP മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്കും പോവാം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലങ്ങൾ നല്ല കട്ടിയുള്ള വേരുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ പാറക്കല്ലുകൾ താഴെ കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് ഈ 8 HP മോഡൽ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാറ്റഗറി ആൾക്കാരെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. താങ്ക് യു.